നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിനു പിന്നാലെ CPM കൊല്ലം ഏരിയ കമ്മിറ്റി യോഗത്തിൽ മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ കടുത്ത ആഭ്യന്തര വിമർശനം. കൃത്യമായ വിമർശനമാണ് സഖാക്കൾ നടത്തുന്നത്. ED കേസിലെ നടപടികൾ അടക്കം അവർ ചർച്ചയാക്കുന്നു. മകൾക്കെതിരെ അന്വേഷണം വന്നാൽ പാർട്ടിക്കാരെ വിളിക്കരുതെന്നും, എന്നാൽ പിണറായിക്കെതിരെ ED അന്വേഷണം ഉണ്ടായാൽ അത് തടയാൻ പാർട്ടിക്കാർ ഉണ്ടാകുമെന്നും യോഗത്തിൽ അംഗങ്ങൾ തുറന്നടിച്ചു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ മുഖ്യ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പിണറായി വിജയൻ അടിയന്തരമായി പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കണമെന്നും, സംസ്ഥാന സെന്റർ വൻ പരാജയമാണെന്നും അത് അഴിച്ചുപണിയണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. തെരഞ്ഞെടുപ്പിൽ തോറ്റുതൊപ്പിയിട്ടിട്ടും പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാൻ പാർട്ടിയിൽ വോട്ടെടുപ്പ് നടത്തേണ്ടി വന്ന അവസ്ഥയെ അംഗങ്ങൾ രൂക്ഷമായി പരിഹസിച്ചു. ഈ രീതിയിൽ മുന്നോട്ടു പോകുന്ന പാർട്ടിയിലേക്ക് ഇനി ആര് കടന്നു വരുമെന്നാണ് സഖാക്കൾ ചോദിക്കുന്നത്. TV കമ്പനിയുടെ പരസ്യം പോലെ പിണറായി വിജയന്റെ പടം മാത്രം വെച്ച് നാട്ടിൽ മുഴുവൻ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത് ജനങ്ങളെ വെറുപ്പിച്ചു. ഇത്തരം കാലഹരണപ്പെട്ട പ്രചരണ തന്ത്രം ഉപയോഗിച്ചു കൊടുത്ത PR കമ്പനിയെക്കുറിച്ച് കൃത്യമായ അന്വേഷണം വേണമെന്നും ഏരിയ കമ്മിറ്റിയിൽ ആവശ്യമുയർന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നിലപാടുകളും കുടുംബരാഷ്ട്രീയവും യോഗത്തിൽ കടുത്ത വിചാരണയ്ക്ക് വിധേയമായി. ഗോവിന്ദന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ലായിരുന്നുവെന്നും, ആ ഒരു തീരുമാനത്തോടെ സഖാക്കൾക്ക് പാർട്ടിയോടുള്ള വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ടുവെന്നും അംഗങ്ങൾ വിമർശിച്ചു. നിലവിൽ MV ഗോവിന്ദൻ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങൾ സ്വന്തം പാർട്ടിക്കാർ പോലും കാണാതായിരിക്കുകയാണ്. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും പ്രാദേശിക പാർട്ടി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സംസ്ഥാന നേതൃത്വം പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്നും കൊല്ലം ഏരിയ കമ്മിറ്റി യോഗത്തിൽ സഖാക്കൾ കുറ്റപ്പെടുത്തി. പരാജയഭീതിയിലും നേതൃത്വത്തിന്റെ ഇരട്ടത്താപ്പിലും പാർട്ടി അണികൾ വലിയ അതൃപ്തിയിലാണെന്നാണ് ഈ ആഭ്യന്തര കലഹം വ്യക്തമാക്കുന്നത്. അതേസമയം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡ് കഴിഞ്ഞു മടങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 300ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിൽ കൃത്യത്തിൽ പങ്കാളികളായ 200 പേരെയെങ്കിലും അടിയന്തരമായി അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ഇതിനായുള്ള പ്രതിപട്ടിക പോലീസ് അതിവേഗം തയ്യാറാക്കി വരികയാണ്. അതിനിടെ കേസിൽ അറസ്റ്റിലായ 5 മുഖ്യപ്രതികളുടെ ജാമ്യ ഹർജി കോടതി കർശന നിലപാടുകളോടെ തള്ളി. അതുകൊണ്ട് തന്നെ സമരത്തിനെത്തിയ പല CPM പ്രവർത്തകരും ഒളിവിൽ പോയിരിക്കുകയാണ്. അറസ്റ്റ് ഭയന്ന് നേതാക്കളടക്കം മാറിയത് പാർട്ടി കേന്ദ്രങ്ങളെയും അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്. കേസിൽ ആദ്യം അറസ്റ്റിലായ CPM പ്രവർത്തകരായ ശ്രീജിത്ത്, ജിതിൻ രാജ്, മനോജ്, ജീവൻ, ഷാഹിൻ എന്നിവരുടെ ജാമ്യ ഹർജിയാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയത്. ഇതോടെ കേസിൽ റിമാൻഡിലുള്ള പ്രതികളുടെ എണ്ണം ഉയരുകയാണ്. ഇതുവരെ 26 CPM പ്രവർത്തകർ കേസിൽ അറസ്റ്റിലായിട്ടുണ്ടെന്നാണ് ഔദ്യോഗികമായ വിവരം. ഇതിനു പുറമെ 3 പേർ നിലവിൽ പോലീസ് കസ്റ്റഡിയിലുണ്ടെന്നും സൂചനയുണ്ട്. പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് അതീവ ഗൗരവകരമായ നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയത്. ED ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണം വെറുമൊരു മർദ്ദനമല്ലെന്നും അത് രാജ്യത്തിനെതിരായ കുറ്റകൃത്യമാണെന്നും കോടതി വ്യക്തമാക്കി. ഇത് ഭരണഘടനാപരമായ സംവിധാനങ്ങൾക്കെതിരെയുള്ള നേരിട്ടുള്ള ആക്രമണമാണ്. ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താനുള്ള ശ്രമം എന്ന നിലയ്ക്കാണ് ഈ സംഭവത്തെ കാണുന്നതെന്നും, മാധ്യമങ്ങളിലൂടെ പ്രതികളുടെ കുറ്റകൃത്യം രാജ്യം കണ്ടതാണെന്നും കോടതി നിരീക്ഷിച്ചു.